നിങ്ങളിപ്പോൾ കാണുന്നതാണ് ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ ഫസ്റ്റ് പാർട്ട്. ഇതിന്റെ പേരാണ് ബിന്ന്. ഈ ബിന്നിന് മൊത്തം 4 സ്റ്റോറേജ് പാർട്ടാണ് ഉള്ളത്. 4 സ്റ്റോറേജിന്റെ അകത്ത് ഓരോ സ്റ്റോറേജിലും ഓരോ സൈസിലുള്ള അഗ്രിഗേറ്റ്സ് ആണ് ലോഡ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ പ്ലാന്റിൽ നിന്ന് ബിറ്റുമിൻ മെക്കാഡം എന്ന് പറയുന്ന BM-ന്റെ മിക്സ് എടുക്കാറുണ്ട്. പിന്നെ ബിറ്റുമിൻ കോൺക്രീറ്റ് എന്ന് പറയുന്ന BC-യുടെ മിക്സ് എടുക്കാനുണ്ട്. ബിറ്റുമിൻ മെക്കാഡം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ കാണുന്നതിനകത്ത് ബിൻ നമ്പർ 1, ബിൻ നമ്പർ 2, ബിൻ നമ്പർ 3, ബിൻ നമ്പർ 4. ബിൻ നമ്പർ 1ലും 2ലും 12 mm അല്ലെങ്കിൽ 1/2 ഇഞ്ച് ലോഡ് ചെയ്യും. ബിൻ നമ്പർ 3ല് 6 mm ലോഡ് ചെയ്യും അല്ലെങ്കിൽ 4 ഇഞ്ച് ലോഡ് ചെയ്യും. ബിൻ നമ്പർ 4ല് 20 mm അല്ലെങ്കിൽ 3/4 ഇഞ്ച് ലോഡ് ചെയ്യും. അത് ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ക്യാബിൻ, ഈ ക്യാബിന്റെ അകത്താണ് ഇതിന്റെ സെൻട്രലൈസ്ഡ് കൺട്രോളർ, കംപ്ലീറ്റ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, ഇലക്ട്രോണിക് കൺട്രോളറും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ഇതിന്റെ അകത്ത് ഒരു ഡ്രം മിക്സ് കൺട്രോളർ എന്ന് പറയും. ഈ പോർഷനാണ് ഈ പ്ലാന്റിന് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. ഒരു സെൻട്രലൈസ്ഡ് AC അകത്താണ് ഈ ക്യാബിൻ ഇരിക്കുന്നത്. ഇതിന്റെ അകത്താണ് കൺട്രോളിംഗ് മുഴുവൻ പോകുന്നത്. ഇതിന്റെ അകത്തുനിന്ന് ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഓരോ ബിന്നിന്റെ ഓരോ സ്റ്റോറേജിനും പുറത്തേക്ക് മെറ്റീരിയൽ വരാൻ ഓരോ മോട്ടറുകൾ നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോയിൽ കാണാം. ഈ കാണുന്ന ഓരോ ബിന്നിൽ നിന്ന് മെറ്റീരിയൽ പുറത്തോട്ട് വരുന്നത് കോൾഡ് കൺവെയർ വഴിയാണ്. കോൾഡ് കൺവെയറിൽ നിന്ന് മെറ്റൽ ചാടിയിട്ട് അങ്ങനെ മൊത്തം 4 ബിന്നിന് 4 കോൾഡ് കൺവെയർ ഉണ്ട്. ഈ 4 കോൾഡ് കൺവെയറിൽ നിന്ന് മെറ്റീരിയൽ ചാടിയിട്ട് ഈ വരുന്ന വലിയ കൺവെയറിന്റെ പേരാണ് ഗാദറിംഗ് കൺവെയർ. നമുക്ക് ക്യാബിനിൽ നിന്ന് തന്നെ ഈ മെറ്റീരിയലിന്റെ പെർസെന്റേജ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് 100% ആയിരിക്കണം ഈ ഗാദറിംഗ് കൺവെയറിന്റെ ഔട്ട് വരുന്ന മെറ്റീരിയൽ. ഇപ്പൊ 100% ഔട്ട് വരുന്ന മെറ്റീരിയൽ വരുന്നതിന് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കൺട്രോളറിൽ നിന്ന് ബിന്നിൽ നിന്ന് പുറത്തോട്ട് വരുന്ന മെറ്റീരിയലിന്റെ പെർസെന്റേജ് മൂന്നാമത്തിൽ 25%, നാലാമത്തെ 25%. അങ്ങനെ നമ്മൾ കൺട്രോളറിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ബെൽറ്റിലുള്ള മെറ്റീരിയൽ ഒരു 1 കിലോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 25% ഒന്നാമത്തെ ബിന്നിൽ ലോഡ് ചെയ്ത മെറ്റൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ അതിനകത്ത് 20 mm ആണ്, 20 mm ഉണ്ടാവും. രണ്ടാമത്തെ ബിന്നിൽ ലോഡ് ചെയ്ത് 12 mm ആണ്, 12 mm ഉണ്ടാവും. മൂന്നാമത്തെ ബിന്നിൽ ലോഡ് ചെയ്ത് 6 mm ആണ്, 6 mm ഉണ്ടാവും. നാലാമത്തെ ബിന്നിൽ ലോഡ് ചെയ്ത് ടെസ്റ്റ് ആണെങ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോളർ വഴി ഈ വരുന്ന അഗ്രിഗേറ്റ്സിന്റെ പെർസെന്റേജ് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ മിക്സ് ഡിസൈൻ പ്രകാരം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ കോൾഡ് കൺവെയർ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് മോട്ടറാണ്. കൺട്രോളറിൽ പെർസെന്റേജിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ച് ഈ മോട്ടറിന്റെ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യും. ആ കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് ഈ കോൾഡ് കൺവെയറിന്റെ സ്പീഡിൽ വേരിയേഷൻ വരും. ഈ കോൾഡ് കൺവെയറിന്റെ സ്പീഡിൽ വേരിയേഷൻ വരുന്നതനുസരിച്ചാണ് നമുക്ക് വരുന്ന അഗ്രിഗേറ്റ്സ് പെർസെന്റേജ് ചേഞ്ച് ചെയ്യുന്നത്. ഈ പറഞ്ഞ അഗ്രിഗേറ്റ്സ് എല്ലാം കൂടെ ഈ ഗാദറിംഗ് കൺവെയറിൽ നിന്ന് ഈ ഫിൽറ്ററിലോട്ട് വന്നു ചാടും. ഇവിടെ ഒരു നെറ്റ് പോലെ നിങ്ങൾക്ക് കാണാവുന്നത്, നമുക്ക് ഇപ്പോൾ ബിറ്റുമിൻ മെക്കാഡം BM അല്ലെങ്കിൽ BC വരുമ്പോൾ നമുക്ക് മാക്സിമം 20 mm ആണ് അഗ്രിഗേറ്റ്സിന്റെ സൈസ് വരുന്നത്. ആ സൈസിന് മുകളിലോട്ടുള്ള മെറ്റീരിയൽ ഈ പറഞ്ഞ നെറ്റിൽ കളക്ട് ആവുകയും ഓവർ സൈസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഗാദറിംഗ് കൺവെയറിൽ നിന്നുള്ള മെറ്റീരിയൽസ് എല്ലാം കൂടെ വന്ന് ചാടുന്നത് സ്ലിഞ്ചർ അല്ലെങ്കിൽ ചാർജിംഗ് കൺവെയറിലോട്ടാണ്. ഈ ചാർജിംഗ് കൺവെയറിൽ വരുന്ന അഗ്രിഗേറ്റ്സ് കൺട്രോളറിൽ സെറ്റ് ചെയ്ത പെർസെന്റേജ് അനുസരിച്ചായിരിക്കും ഓരോ അഗ്രിഗേറ്റ്സും ഓരോ ബിന്നിൽ നിന്ന് ചാടുന്നത്. അതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ സ്ലിഞ്ചർ അല്ലെങ്കിൽ ചാർജിംഗ് കൺവെയറിലോട്ട് വരും. ആയതിനു ശേഷം ഈ മെറ്റീരിയൽ എല്ലാം കൂടെ ഡ്രമ്മിലോട്ടാണ് പോകുന്നത്. ഈ ഡ്രമ്മിൽ നമുക്ക് അറ്റ് എ ടൈം 1 ടൺ മിക്സ് ആണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ അഗ്രിഗേറ്റ്സ് എല്ലാം കൂടെ നേരെ ഈ ഡ്രമ്മിലോട്ടാണ് ഫീഡ് ചെയ്യുന്നത്. ഈ ഡ്രമ്മിൽ കിടന്ന് ഈ മെറ്റീരിയൽസ് കറങ്ങുന്നതിന്റെ ഒപ്പം തന്നെ ഈ ഡ്രമ്മിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ബർണർ ഉണ്ടാവും. ഈ ബർണർ ഡീസൽ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ട ബർണർ കത്താൻ ഉപയോഗിക്കുന്ന ഡീസൽ ഈ കാണുന്ന 1000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിൽ നിന്നാണ് പോകുന്നത്. ഈ ഡീസൽ തീരുമ്പോൾ നമ്മൾ റീഫില്ല് ചെയ്ത് കൊടുക്കുകയും ഈ ബർണർ കത്തുന്നതിനുള്ള ഡീസൽ ഈ ടാങ്കിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. മുമ്പ് കണ്ട ടാങ്കിലുള്ള ഡീസൽ ഈ കാണുന്ന പമ്പ് വഴിയാണ് പമ്പ് ചെയ്യുന്നതും ഈ ബർണറിലോട്ട് ഡീസൽ ഫ്ലോ കണ്ടിന്യൂസ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ നല്ല ചൂടായിരിക്കും. നമുക്ക് ഏകദേശം 180 ഡിഗ്രി തൊട്ട് 200 ഡിഗ്രി വരെ ഈ മെറ്റൽ നമുക്ക് ചൂടാക്കാം. ചൂടാക്കിയതിനു ശേഷം ഈ ഡ്രമ്മിന്റെ ഏറ്റവും അവസാനം ബിറ്റുമിൻ സ്പ്രേ ചെയ്യാനുള്ള പമ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൺട്രോളറിൽ നമ്മുടെ ക്യാബിനിൽ നിന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോളറിൽ നിന്ന് നമുക്ക് ബിറ്റുമിന്റെ ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാം. ബൾക്ക് ബിറ്റുമിൻ ടാമ്പിന്റെ മുകളിൽ കൂടെ വണ്ടി ബിറ്റുമിൻ ഈ 2 ടാങ്കിലോട്ട് ഒഴിക്കും. ഈ 2 ടാങ്കിലോട്ട് ഒഴിച്ചതിന് ശേഷം ഈ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ 2 ടാങ്കിലും കിടക്കുന്ന ബിറ്റുമിന്റെ ചൂട് ഏകദേശം 170 ഡിഗ്രിയിലോട്ട് എത്തിച്ചതിന് ശേഷം നമുക്ക് ഈ കൺട്രോളറിൽ നിന്ന് എത്ര പെർസെന്റേജ് ആണ് നമുക്ക് ബിറ്റുമിൻ വേണം എന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ PWD സ്റ്റാൻഡേർഡ് പ്രകാരം BM മിക്സിന് 3.4 BC മിക്സിന് 5.4 ആണ് ബിറ്റുമിൻ കണ്ടന്റ്. അപ്പോൾ നമ്മൾ ഒരു BC മിക്സ് എടുക്കണമെന്ന് വിചാരിക്കുക. BC മിക്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ 5.4 എന്ന് കൺട്രോളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന മോട്ടറിന്റെ സ്പീഡ് അതനുസരിച്ച് സെറ്റ് ചെയ്യുകയും ബൾക്ക് ബിറ്റുമിൻ നേരെ മോട്ടർ വഴി പമ്പ് ചെയ്ത് ചൂടായിട്ടുള്ള അഗ്രിഗേറ്റ്സിലോട്ട് സ്പ്രേ ചെയ്യും. അങ്ങനെ മെറ്റലും ടാറും നമ്മൾ ഉദ്ദേശിക്കുന്ന ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ചെയ്ത് ഈ പറയുന്ന കൺവെയർ ബെൽറ്റ് വഴിയാണ് വണ്ടിയിലോട്ട് വരുന്നത്. ഈ കൺവെയർ ബെൽറ്റിന്റെ പേരാണ് ലോഡ് ഔട്ട് കൺവെയർ. ഇനിയാണ് ഈ പ്ലാന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ചിലവേറിയമായ ഭാഗം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന്റെ പേരാണ് പൊല്യൂഷൻ യൂണിറ്റ്. മൊത്തത്തിൽ പൊല്യൂഷൻ യൂണിറ്റ് 4 പൊല്യൂഷൻ യൂണിറ്റ് ആണ് ഒരു ടാർ മിക്സിംഗ് പ്ലാന്റിലുള്ളത്. ഓരോ പ്ലാന്റിലെയും പൊല്യൂഷൻ യൂണിറ്റിന് മാത്രം ഏകദേശം 50 ലക്ഷത്തോളം മുടക്ക് വരുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ
ഫസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റിന്റെ പേരാണ് സൈക്ലോജൻ ഫിൽട്ടർ എന്ന് പറയുന്നത്. ഈ സൈക്ലോജൻ ഫിൽട്ടറിൽ നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ മെറ്റൽ ചൂടായി ടാർ സ്പ്രേ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ മെറ്റലിൽ നിന്നുള്ള പൊടികൾ ഒരു എക്സോസ്റ്റ് ഫാൻ വഴി വലിച്ചെടുക്കും ഈ സൈക്ലോജൻ ഫിൽട്ടറിൽ. എന്നിട്ട് 3 ഘട്ടമുള്ള ഈ സൈക്ലോജൻ ഫിൽട്ടറിൽ ഫിൽട്ടർ ചെയ്ത് ഡസ്റ്റ് പാർട്ടിക്കിൾ ഏകദേശം ഒരു 200 മൈക്രോണിന് മുകളിലോട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾ ഈ സൈക്ലോജൻ ഫിൽട്ടർ വഴി ഈ പറയുന്ന പോർഷനിലോട്ട് പുറത്തോട്ട് ഡംപ് ചെയ്യും. നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് കൃത്യമായിട്ട് ഇത് നമ്മൾ പ്ലാന്റിൽ റീയൂസ് ചെയ്യും. ഇത് ഒരു കാരണവശാലും ഈ ഒരു മൈക്രോണിന് മുകളിലോട്ടുള്ളത് പുറത്തോട്ട് പോകില്ല. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ബാക്കി ഇതിൽ ഉള്ള 200 മൈക്രോണിൽ താഴെയുള്ള പൊടികൾ ഈ പൈപ്പ് വഴി അടുത്ത സ്ക്രബ്ബർ അല്ലെങ്കിൽ പൊല്യൂഷൻ യൂണിറ്റിലോട്ട് പാസ് ചെയ്യുന്നു. ഈ സ്ക്രബ്ബറിൽ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് 5 HP RPM കൂടിയ പമ്പ് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഈ പൊടിയിലോട്ട് ബാലൻസ് വരുന്ന ഈ പുകയിലോട്ട് പമ്പ് ചെയ്യും. 200 മൈക്രോണിൽ താഴെയുള്ള പാർട്ടിക്കിൾസ് ഈ വെള്ളത്തിന്റെ ഒപ്പം തിരിച്ച് ഈ പറയുന്ന പൊല്യൂഷൻ ടാങ്കിലോട്ട് തിരിച്ചു വരും. ഈ പൊല്യൂഷൻ ടാങ്കിൽ 24 മണിക്കൂറും ഏകദേശം 8000 ലിറ്റർ കപ്പാസിറ്റിയിൽ വെള്ളം ഉണ്ടാകും. ഈ വെള്ളത്തിൽ ഈ ടാങ്കിന് 3 അറകളാണുള്ളത്. ഈ അറകളിൽ കൂടെ ഈ പൊടിയും വെള്ളം പാസ് ചെയ്ത് ലാസ്റ്റ് ടാങ്കിൽ പൊടികൾ കംപ്ലീറ്റ് കളക്ട് ആവുകയും ഏറ്റവും അവസാനത്തെ ടാങ്കിലോട്ട് വെള്ളം മാത്രം പോവുകയും ചെയ്യും. 99% ഡസ്റ്റ് പാർട്ടികളും ഇപ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് നമ്മുടെ ടാങ്കിൽ കളക്ട് ചെയ്യുകയും അതിനുശേഷം ആ ടാങ്കിൽ നിന്ന് നമുക്ക് മാനുവലായിട്ട് കോരി മാറ്റാവുന്നതാണ്. അതിനുശേഷം വരുന്ന വളരെ ചെറിയ മൈക്രോണുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾ എക്സോസ്റ്റ് ഫാൻ ഏകദേശം 5 HP കപ്പാസിറ്റി ഉള്ള എക്സോസ്റ്റ് ഫാൻ ഉപയോഗിച്ച് വലിച്ച് അടുത്ത പൊല്യൂഷൻ യൂണിറ്റിലോട്ട് പാസ് ചെയ്യുന്നു. ഈ പൊല്യൂഷൻ യൂണിറ്റിന്റെ പേരാണ് ബാക്ക് ഫിൽട്ടർ. ഈ ബാക്ക് ഫിൽട്ടറിൽ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല 99% വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇതിനു മുമ്പുള്ള 3 സ്റ്റേജ് ഫിൽട്രേഷനിൽ പോയിട്ടുണ്ടാവും. ഇനി വരുന്ന വളരെ 1% ആയിട്ടുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് 26 ഫിൽട്ടറുകളാണ് ഈ ബാക്ക് ഫിൽറ്ററിനുള്ളിലുള്ളത്. ഈ ഫിൽട്ടറുകൾ നമ്മൾ തുണിയും കൊണ്ടാണ്, നല്ല കട്ടിയുള്ള കോട്ടൺ തുണിയും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ എക്സോസ്റ്റ് ഫാൻ വഴി വലിച്ചെടുക്കുന്ന പുക ഈ 26 ഫിൽട്ടറുകളിൽ കൂടെ പോകുമ്പോൾ തുണികളിൽ കൂടെ ഈ പുകയ്ക്കകത്തുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് റീറ്റെയിൻ ആവുകയും ഈ തുണിയിലും ഈ തുണിയുടെ താഴത്തോട്ടുള്ള ഈ സ്റ്റോറേജ് ഈ ബാക്ക് ഫിൽട്ടറിലെ സ്റ്റോറേജ് യൂണിറ്റിലോട്ട് അവിടെ കിടക്കുകയും ചെയ്യും. അതിനുശേഷം ഏകദേശം 20 മുതൽ 25 മീറ്റർ വരെ കപ്പാസിറ്റി ഉള്ള ഈ പുകക്കുഴൽ വഴിയാണ് മുകളിലോട്ട് പുക പോകുന്നത്. ആ പുകയ്ക്കകത്ത് 100% പാർട്ടിക്കിൾസ് ഉണ്ടാകില്ല. 2-3 വണ്ടി ഒരു റോഡിൽ ഓടിയാനുള്ള പുക മാത്രമാണ് ഇതിലോട്ട് ഉണ്ടാവുകയുള്ളത്. ഈ ടാർമിക്സ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യാതൊരുവിധ പ്രശ്നങ്ങളോ ആളുകൾക്ക് ഉണ്ടാകുന്നതല്ല. ആളുകളുടെ തെറ്റ് നിങ്ങൾ ഈ കാണുന്ന, ഞാനിപ്പോൾ ഇത്രയും നേരം സംസാരിച്ച് ഈ കാണുന്ന ടാർമിക്സ് ഇംപ്ലാന്റിന്റെ പേരാണ് ഡ്രംമിക്സ് ടാർമിക്സ് ഇംപ്ലാന്റ് എന്ന് പറയും. നമുക്ക് 2 രീതിയിലുള്ള ടാർമിക്സ് ഇംപ്ലാന്റ് ആണുള്ളത്, ഡ്രംമിക്സും ബാച്ച് മിക്സിന് ഇതിന്റെ ടെക്നോളജികളെല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജികളാണ്. അപ്പോൾ നമുക്ക് ഈ വരുന്ന അഗ്രിഗേറ്റ്സിന്റെ ഗ്രഡേഷൻ കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഗ്രഡേഷൻ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ്സിന്റെ സൈസ് ആണ്. അതിൽ ഒരു കുറച്ചുകൂടെ പെർഫെക്ഷൻ കൂടുതലായിരിക്കും. ബാക്കി എല്ലാ സംവിധാനങ്ങളും ബാച്ച് മിക്സിൽ ഡ്രം മിക്സിലെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ കാണുന്ന പ്ലാന്റിൽ ഏകദേശം 90 മുതൽ 120 ടൺ വരെ ഒരു മണിക്കൂറിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റ് ആണ്. ഏകദേശം 600 മുതൽ 750 ടൺ വരെ നമുക്ക് മിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണഗതിയിൽ റോഡ് സൈഡിൽ കണ്ടിട്ടുള്ള തൊട്ടി പ്ലാന്റുകളുണ്ടല്ലോ, ആ പ്ലാന്റുകളെ കമ്പയർ ചെയ്ത് ഇതേപോലുള്ള ഡ്രം മിക്സ് പ്ലാന്റുകൾക്കും ബാച്ച് മിക്സ് പ്ലാന്റുകൾക്കുള്ള അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഇതിലുള്ള അഗ്രിഗേറ്റ്സിന്റെ സൈസ് നമുക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും കൂടാണ്ട് വിറ്റമിൻ പെർസെന്റേജ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ കൺട്രോളർ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുമാണ്. കൂടാണ്ട് നമുക്കിവിടെ ലാബ് ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ഇവിടുന്ന് അഗ്രിഗേറ്റ്സിന്റെ ഗ്രഡേഷൻ ടെസ്റ്റ് ചെയ്യുകയും വിറ്റമിൻ എക്സ്ട്രാക്ഷൻ ചെയ്യുകയും ഓരോ ലോഡ് മിക്സിനും കൃത്യമായിട്ട് നമ്മുടെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്, കമ്പനി ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്ത് 100% ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പാക്കിയ മിക്സ് ആണ് പുറത്തോട്ട് വിടുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗോഡൌണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങളുടെ വീട്ടിലോട്ടോ ഏകദേശം ഒരു 20,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ടാർ ചെയ്യുന്ന കാശിന് നിങ്ങൾക്ക് ഈ ഇതേപോലുള്ള സെൻട്രലൈസ്ഡ് ഹോട്ട് മിക്സിംഗ് പ്ലാന്റിൽ നിന്ന് പേവറും റോളറും ഉപയോഗിച്ച് ടാർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള കൊട്ടേഷനും കാര്യങ്ങളും സൈറ്റ് വിസിറ്റ് ഒക്കെ നടത്തുന്നതും കൂടാണ്ട് നമുക്ക് 5 വർഷം നമ്മൾ ഈ വർക്കിന് ഗ്യാരണ്ടി കൊടുക്കുന്നതുമാണ്. പിന്നെ നിങ്ങളിപ്പോൾ അടുത്ത് കാണാൻ പോകുന്നത്, നമ്മളിപ്പോൾ കണ്ടല്ലോ ഈ പ്ലാന്റിലോട്ട് നമുക്ക് ബിറ്റുമിൻ സ്റ്റോർ ചെയ്യുന്ന ഈ 2 ടാങ്കാണ് കാണുന്നത്. ഈ 2 ടാങ്ക് ഓരോ ടാങ്കും 18,000 ലിറ്റർ കപ്പാസിറ്റിയാണ്. ഏകദേശം 36,000 ലിറ്റർ ബിറ്റുമിൻ നമുക്ക് അറ്റ് എ ടൈം സ്റ്റോർ ചെയ്യാം. ഈ കാണുന്ന റാമ്പ് വഴി PCLO HPCL നിന്ന് വരുന്ന ബൾക്ക് എന്ന് പറഞ്ഞാൽ ഉരുകിയ ടാറ് റിവേഴ്സ് കയറ്റി നിർത്തുകയും ആയതിനു ശേഷം നമ്മൾ പാതി വഴി 2 ടാങ്കിലോട്ട് നമുക്കിത് അൺലോഡ് ചെയ്യാൻ സാധിക്കും. അൺലോഡ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ബർണർ വഴി 2 ടാങ്കിന്റെ അടിയിൽ ബർണർ ഉണ്ട്. ഈ ബർണർ വഴി നമ്മുടെ ടാറ് ചൂടാക്കും. നമുക്ക് VG30 ബിറ്റുവിനാണ് ഏകദേശം 150 ഡിഗ്രിയിലും NRMB ബിറ്റുവിനാണ് ഏകദേശം 170 ഡിഗ്രിയിലുമാണ് നമുക്ക് ചൂടാക്കേണ്ടത്. ആയതിനു ശേഷമാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ JCB ഉപയോഗിച്ചാണ് ഈ ഓരോ ബിന്നിലോട്ടും ലോഡ് ചെയ്യുന്നത്. നമുക്ക് മൊത്തത്തിൽ നമ്മുടെ മിക്സ് ഡിസൈൻ എന്താണോ ആ മിക്സ് ഡിസൈനിൽ പറഞ്ഞിരിക്കുന്ന അഗ്രിഗേറ്റ്സിന്റെ പെർസെന്റേജ് നമുക്ക് മാക്സിമം 4 അഗ്രിഗേറ്റ് വരെ നമുക്ക് ഒരു മിക്സ് ഡിസൈനിൽ ഉപയോഗിക്കാൻ പറ്റും. അഗ്രിഗേറ്റ്സ്
പാർട്സിന്റെ വലിപ്പത്തിന് വ്യത്യാസം അനുസരിച്ച് ഓരോ ബിന്നിലും നമുക്ക് മാനുവലായിട്ട് JCB വഴിയാണ് നമ്മൾ ഈ ബിന്നിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.